ഇവർക്കൊന്നും അറിയില്ലായിരിക്കും പുതിയ ആൾക്കാർക്ക് അന്നത്തെ ഇത്. 2008 മെയ് 17 CAനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ്, അതുപോലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നിറയൊഴിച്ചു എന്ന് പറഞ്ഞ കേസ് വരുന്നത്. അത് വീട്ടുവാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് തോക്കെടുത്ത് ആത്മഹത്യ ഭീഷണി മുഴക്കി വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്നു എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട്. അത് എന്റെ വീടായിരുന്നില്ല. അത് 2 ദിവസത്തേക്ക് ആലുവയിൽ ഞാൻ എത്തിയ സമയത്ത് രാഹുലിന്റെ വീട്ടിലായിരുന്നു, എന്റെ സെക്രട്ടറി ആയിരുന്നു. ഇവിടെ എറണാകുളത്ത് ചിറ്റൂർ റോഡിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അവിടെ 2 ദിവസത്തേക്ക് താമസിച്ചാൽ എങ്ങനെ എന്റെ വാടക വീടോ ആവുമെന്ന് കോടതി ചോദിച്ചു. അതവിടെ പൊളിഞ്ഞു. കാരണം മാറാട് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ എന്റെ നിരന്തര പോരാട്ടവും തർക്കവും പ്രശ്നമായിട്ട് NDF-നെതിരെയുള്ള എന്റെ അന്നത്തെ ഫൈറ്റാണ് അവരും. പിന്നെ അതുപോലെ G. സുധാകരൻ എന്നെ ഞാൻ തല്ലൂന്ന് പറഞ്ഞു. കാരണം G. സുധാകരൻ പറഞ്ഞു ശിവഗിരിയിലെ സന്യാസിമാരെല്ലാം അടിവസ്ത്രം ധരിക്കാതെ മണി ആട്ടി പൂജ ചെയ്യുന്നവരാണ്, അവരെ കാണാനാണ് നേരത്തെ മുണ്ടുടുത്ത് അടിവസ്ത്രം ധരിക്കാത്തവരെ, ഈ വാക്കാണ് ഇത് അദ്ദേഹം പറഞ്ഞ വാക്കാട്ടോ, റെക്കോർഡഡ് ആണ്, അവരെ കാണാനാണ് പോലീസ് ഭക്തർ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രശ്നം അങ്ങോട്ട് കൂടി വന്നപ്പോൾ ഇയാളെ തല്ലുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ആസനത്തിൽ ഗതയെ കുത്തണമെന്നാണ് ആദ്യം പറഞ്ഞത്, വാർത്ത വന്നതാണ്. പിന്നെ പറഞ്ഞു കുന്തം കുത്തണമെന്ന് പറഞ്ഞ് പിന്നെ ഗതയാക്കി. അവരും ഇവരും കൂടെ എന്റെ വീട് ആക്രമിക്കാൻ വന്നു. ഫസ്റ്റ് സീൻ. അപ്പോഴാണ് എന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. സന്തോഷ് മാധവന്റെ കൂടെ കുറെ സ്ത്രീകളുണ്ട്, ഇവനും ഒരു സ്ത്രീയുമായിട്ട് താമസിക്കുകയാണ്. ഇറക്കി വിടറാ നിന്റെ കൂടെ ഉള്ളവളെ, നീ ഒരുത്തിയെ വെച്ചോണ്ടിരിക്കുകയല്ലേ, നീ വാക്കാണ് ഉപയോഗിച്ചത്. അന്ന് ഞാൻ എന്റെ കയ്യിലുള്ള എന്റെ ലൈസൻസ്ഡ് ഗണ്ണായിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്, അവരെ ഓടിക്കണം. അന്ന് അവർ ഓടിയ വഴിയാണ് ഇന്ന് മെട്രോ റെയിൽ ആലുവയിൽ കാണുന്നത്. എന്നിട്ട് അപ്പോ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തക ഒരു സ്ത്രീ എന്നെ വിളിച്ചു. അവർ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ അവരുമായിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചു. അവര് ബ്രേക്ക് ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്മേനെയും മോനെയും വെച്ച് പറഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ജീവിച്ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ്, എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചു. എന്റെ പേരിൽ ഒരു പെറ്റി കേസെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, ഒരു പട്ടിക്കും പൂച്ചയ്ക്കും ഞാൻ എന്റെ ചോര കൊടുക്കില്ല. ഈ വാക്ക് പറഞ്ഞു കേട്ട് ബ്രേക്കിംഗ് അടിച്ചു വന്ന് എന്താണെന്നറിയോ, ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ ആത്മഹത്യ ഭീഷണി മുഴക്കി വീടിന്റെ ഫ്രണ്ടിൽ തോക്കുമായിട്ട് നിൽക്കുന്നു. തോക്ക് ചോര എന്നുള്ള ഒരു വാക്കേ പറഞ്ഞോളൂ. ആ നറേഷൻ. അത് കഴിഞ്ഞ് ഇവിടുത്തെ മംഗളത്തിൽ അവരുമായിട്ടുള്ളൊരു പ്രശ്നം, ചുവന്ന ലൈറ്റുള്ള വണ്ടിയിൽ ജഡ്ജിമാരെ പോലെ ബീക്കൺ ലൈറ്റുള്ള വണ്ടിയിലാണ് വന്ന് മംഗളം ഓഫീസ് ഹിമവൽ ഭദ്രാനന്ദ അടിച്ചു തകർത്തു. ഹിമവൽ ഭദ്രാനന്ദ ആത്മഹത്യ ഭീഷണി മുഴക്കി. ഹിമവൽ ഭദ്രാനന്ദ പോലീസ് CIക്ക് നേരെ പിടിച്ചു. അപ്പൊ ഞാൻ ഈ ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു നറേഷന്റെ ഒരു പാട്ടാണ്. ദയവ് ചെയ്ത് ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, ഐ എം നോട്ട് ജസ്റ്റ് ദാറ്റ് ഹിമവൽ ഭദ്രാനന്ദ, ഐ എം സ്വാമി ഭദ്രാനന്ദ്, ഓർ യു ക്യാൻ കോൾ മീ ആസ് സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ്. ഇത് അവിടെയില്ല ഇവിടെ ഇല്ലാത്ത അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരു 3 പ്രമുഖ മാധ്യമങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അവർ പറയുന്നത് കേരളം വിശ്വസിച്ചോളണം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് മാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ആ കേസ് തീർന്നു. ആ കേസ് തീർന്നതിന്റെ അന്ന് ആണ് എന്നെ അവിടെ വെച്ച് വീണ്ടും ഒരു കേസിൽ പിടിച്ച് വീണ്ടും കൊണ്ടുപോകുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ആ മതസ്പർദ്ധ എന്ന് പറയുന്നത് ഇവിടെ IS-ന്റെ വിങ് ഇവിടെ പ്രവർത്തിക്കുന്നതും 24 തീവ്രവാദികളെ പിടിക്കുന്നതും എന്റെ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ്. ഞാനാണെന്ന് രാജ്നാഥ് സിംഗ് ജിക്ക് അതിനെ അയക്കുന്നത്. അത് മതസ്പർദ്ധയാക്കി മാറ്റി. മാറാട് വിഷയം മറയ്ക്കാൻ വേണ്ടിയായിരുന്നു ആത്മഹത്യ കഥ ഫാബ്രിക്കേറ്റ് ചെയ്തത്. ഞാൻ ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു. എന്റെ ഒരു ആക്ഷൻ അന്ന് ഉണ്ടായിരുന്നു. കുറച്ചു നേരം തോക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു പത്രക്കാർ ഫ്രണ്ടിലുണ്ട്, അവരെ ചൂണ്ടിയെന്ന് പറയും, മാറ്റി പിടിക്കാൻ പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം ഞാൻ തോക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. ഈ 2 സീനാണ് ആകെ ഉള്ള അതിലൊരിത്. പിന്നെ വീട്ടുവാടക കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് കോടതി എന്നെ ചോദിച്ചു. ആ റെന്റ് അഗ്രിമെന്റ് കാണിക്കാൻ പറഞ്ഞു. പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല ആർക്കും. CAനെ വെടിവെച്ചു കൊല്ലാൻ എന്നെ 307 തന്നു എനിക്കെതിരെ, മർഡർ അറ്റംപ്റ്റ്. അതിന്റെ തെളിവ് കോടതിയിൽ കാണിച്ചു കേട്ടാൽ നിങ്ങൾ ചിരിച്ചു മരിക്കും. പോലീസ് 1 mm ഹെയർ സ്ക്രാച്ച് ആണ്. തോക്കുന്ന ഒരിക്കലും ഇത് മുറിവ് വരില്ല. എന്നാൽ അതുവരെ ഉള്ളതേ കേരള ജനത അറിഞ്ഞോളൂ. എന്നാൽ ഇതിന്റെ തിരിച്ചടിയായി അടുത്ത വർഷം മെയ് 17, 2008 എന്നിട്ടുള്ള തിരിച്ചടിയായി 2009 ഒരു സംഭവം ഉണ്ടായി, ഭീമാപ്പള്ളി വെടിവെപ്പ്. അന്ന് പോലീസിന് ആരാണ് തോക്കെടുത്ത് വെടിവെക്കാൻ അനുവാദം കൊടുത്തത്? നിങ്ങൾ ചോദിക്കൂ. ആ വിഷയം നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? എങ്ങനെ മെയ് 17 തന്നെ വന്നു? 16 ആയില്ല, 19 ആയില്ല, ജൂണിലും ആയില്ല.
ഇപ്പുറത്ത് വന്നിട്ട് ആയിട്ടില്ല. എന്താ അത് പറയേ. മാറാടിലെ കടൽ തീരത്ത് തന്നെയാണല്ലോ നമ്മുടെ 6 സഹോദരങ്ങൾ കൊല്ലപ്പെട്ടെ. അല്ല 7 സഹോദരൻ അല്ലേ, 8 മൊത്തം കൊല്ലപ്പെട്ടു. അതിൽ ഒരാൾ 9 വന്നിട്ടുണ്ട്, 9. അതുപോലെ തന്നെ ജഗദീഷ് ശ്രീമാന്റെ അടുത്ത് നിങ്ങൾ അതും ചോദിക്കണം. NH-17 തന്നെ മെയ് 17 ബന്ധപ്പെട്ട വിഷയമാണ്. മെയ് 17 ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ജഗതിയുടെ അടുത്ത് ഞാൻ വളരെ ഇതായിട്ട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഹിന്ദു സന്യാസികളെ ഇങ്ങനെ മോശമാക്കി ചിത്രീകരിക്കുന്നത്? എന്റെ വല്ല ആവശ്യമുണ്ടോ? തനിക്ക് വല്ല പരാതി കൊണ്ട് ഒരു കടലാസ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമ്മുടെ രീതിയല്ല. എന്നാ പിന്നെ താൻ തന്റെ പണി ചെയ്യുന്നു പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്കും ഉണ്ടാവും ഉള്ളിലൊരു ശക്തി. ആ പണി താൻ താങ്ങില്ല എന്ന് പറഞ്ഞു. പിന്നെ NH-17 തന്നെയാണോ ജഗതി അഭിനയം നിർത്തേണ്ടി വന്നത്? ആണോ? എന്താ സംഭവിച്ചു? പിന്നെ അങ്ങനെ കുറെ കഥകൾ പറയാനുണ്ടാവും. ഞാനത് പറയാനുള്ള വേദിയാക്കുന്നില്ല ഇത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയാം, ഇനി മുതൽ മാധ്യമ പ്രവർത്തകർ ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറഞ്ഞ് ഇതായിരിക്കും. കാരണം 2 കണ്ടെയ്നർ പണം വന്നത് ഹിമവൽ ഭദ്രാനന്ദയ്ക്കെന്ന് പറഞ്ഞു. ഇവിടുത്തെ കഞ്ചാവ് തോട്ടം അത്രയും ഇടുക്കിയിലെ നടത്തുന്നത് ഹിമവൽ ഭദ്രാനന്ദയാന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ഒരു പരുവാക്കി വെച്ച. പിന്നെ നിങ്ങൾക്ക് ഞാൻ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ കാണാം, എല്ലാവർക്കും കാണുന്നുമുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യരുത്. നിങ്ങൾ എനിക്കെതിരെയുള്ള റിപ്പോർട്ട്സും കൊടുക്കണം. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു നിരപരാധി നമ്മൾ നിമിത്തം നമുക്കൊരു 10 പേരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാൾക്ക് നമ്മൾ കാരണം ഒരു കണ്ണീരുണ്ടാവരുത്. ഇന്ന് എനിക്ക് നിങ്ങൾ തരുന്ന ആ അനുഗ്രഹം, സപ്പോർട്ട്, അതാണ് ആരുമില്ലാത്തവർക്ക് വേണ്ടി ഞാനിവിടെ വന്നിരുന്ന് വാദിക്കുന്നത്. നിങ്ങളാണ് യഥാർത്ഥ ഹീറോസ്. ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇപ്പൊ എന്റെ വാക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇന്ന് സമൂഹം കാണുകയാണ്. സോ എനിക്ക് കിട്ടുന്ന എല്ലാ ക്രെഡിറ്റ്സിന്റെയും അത് മീഡിയയ്ക്കുള്ളതാണ്. മീഡിയ മാത്രം സ്ട്രോങ് ആയി നിന്നാൽ മതി. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു രീതിയിലും വാലുപോക്കില്ല. അത് 100% ഉറപ്പാണ്. അത് കാലങ്ങളായിട്ടുള്ള തഴക്കവും പഴക്കവും അത് തന്നെയാണ്.